ബി.ജെ.പിയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ കുത്തൊഴുക്കാണ് തുടങ്ങാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ആദ്യ സൂചനകൾ വന്നിരിക്കുന്നു. വി.എസ്. ശിവകുമാർ ബി.ജെ.പിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. വി.എസ്. ശിവകുമാറിനെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണെങ്കിലും കോൺഗ്രസ് പല ഘട്ടത്തിലും താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. വലിയ രീതിയിൽ ഉയർന്നു വരേണ്ട ഒരു മനുഷ്യനാണ് വി.എസ്. ശിവകുമാർ. പാർട്ടി ചുമതലകളിലെല്ലാം തന്നെ വലിയ ഉയർച്ച ഉണ്ടാകേണ്ട ആൾ. എനിക്ക് തോന്നുന്നു കേന്ദ്ര നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് വരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള അത്രയും ഒരു നേതൃപാടവമുള്ള നേതാവാണ് വി.എസ്. ശിവകുമാർ. എന്നിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ വി.എസ്. ശിവകുമാറിനെ തഴഞ്ഞിട്ടിരിക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യമാണ്. തീർച്ചയായും വി.എസ്. ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കെ കരുണാകരനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പോൾ യുവാവായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് കൊണ്ടുവന്നപ്പോൾ പലരും കരുണാകരനെ അധിക്ഷേപിച്ചു, ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന്. അപ്പം കരുണാകരൻ അന്ന് പറഞ്ഞതാണ്, തിരുവനന്തപുരത്ത് നിന്ന് ഒരു എം പി ഉണ്ടാകും, മുകുന്ദപുരത്ത് നിന്ന് ഒരു എം പി ഉണ്ടാകും എന്ന രീതിയിൽ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ വിജയിക്കുന്ന തരത്തിലായിരുന്നു വി.എസ്. ശിവകുമാറിൻ്റെ വിജയവും അദ്ദേഹത്തിൻ്റെ ഒരു വരവും. അതിനുശേഷം പിന്നെ അദ്ദേഹം ആരോഗ്യമന്ത്രിയാകുന്നു. മികച്ച ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം പേരെടുത്തു. അദ്ദേഹം ആരോഗ്യ വകുപ്പിലിരുന്ന സമയത്ത് സുപ്രധാനമായ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി. അതെല്ലാം അദ്ദേഹം നന്നായി കൈകാര്യം ചെയ്തു. മികച്ച ആരോഗ്യമന്ത്രി എന്നുള്ള ഒരു ഇതും വന്നു. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിനെതിരെ ചെറിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില അഴിമതിയായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ വന്നപ്പോഴാണ് കോൺഗ്രസ് അദ്ദേഹത്തെ ഒന്ന് തഴഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ സീറ്റ് കിട്ടിയെങ്കിലും അത് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കടുത്ത അതൃപ്തിയിലാണ്. എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബി.ജെ.പിയിൽ പോകുമെന്ന രീതിയിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന സൂചനകളനുസരിച്ച്, ബി.ജെ.പി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് വി.എസ്. ശിവകുമാറിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കുമെന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അതിന് സമ്മതം മൂളിയിട്ടുള്ള രീതിയിലാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നിരവധി നേതാക്കൾ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എപ്പോഴും നമുക്കറിയാം, കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് പോകുന്നവർക്ക് മികച്ച സ്ഥാനമാനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ ഇപ്പോൾ ഡൽഹി ഗവർണറാക്കാനുള്ള നീക്കം നടക്കുന്നു. അബ്ദുള്ള കുട്ടിക്ക് മികച്ച സ്ഥാനമാനങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ വരുന്ന ആൻ്റണിയുടെ മകനും ഒക്കെ വലിയ സ്ഥാനങ്ങളാണ് അവർ നൽകുന്നത്, സീറ്റ് ഉൾപ്പെടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയും. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി അദ്ദേഹത്തിന് വീണ്ടും ജയ സാധ്യത ഉറപ്പിക്കാനോ അല്ലെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഒരു MLA സ്ഥാനത്തിലേക്ക് എത്തിപ്പെടാനും കഴിയും. പിന്നീട് വരും ഭാവിയിലൊക്കെ അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങളൊക്കെ ബി.ജെ.പി നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു മികച്ച നേതാവാണ് അദ്ദേഹം, മികച്ച മന്ത്രിയായി പേരെടുത്ത ആളാണ്, മികച്ച MP ആയിരുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരംകാർക്ക് സുപരിചിതനാണ്. എല്ലാവരോടും വളരെ സൗമ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളും പലപ്പോഴും വാർത്തയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ വസതിയിലൊക്കെ സന്ദർശിച്ചപ്പോൾ രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തെ കാണാൻ നിരവധി പേർ വന്ന് നിൽക്കുക, എല്ലാവരെയും കണ്ടിട്ടേ അദ്ദേഹം പോവുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു മികച്ച നേതാവാണ്. പിന്നെ അദ്ദേഹം കുറേ അഴിമതിയുടെ ചില സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ വന്നു. അതിൻ്റെയൊക്കെ കേസുകളൊക്കെ നടക്കുകയാണ്. അതൊക്കെ ആ കേസ് എങ്ങനെയാകുമെന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് കിട്ടാവുന്ന നല്ലൊരു മുഖമാണ് വി.എസ്. ശിവകുമാറിൻ്റേത്. വി.എസ്. ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും എടുക്കുന്ന നിലപാടുകൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള നിലപാടുകളാണ്. കെ കരുണാകരൻ ഒരു നേതാവിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം കൊണ്ടുവരികയുള്ളൂ. അപ്പം ആ കെ കരുണാകരൻ്റെ ശിഷ്യൻ എന്ന നിലയിലും അദ്ദേഹം മികച്ച പേരെടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പലരുടെയും പേരുകൾ ഇപ്പോൾ കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ. മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു നേതാവാണ് വി.എസ്. ശിവകുമാർ. നമുക്കറിയാം, ഇപ്പോഴത്തെ യൂത്തിനും മുകളിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ഒരു ആവറേജ് യൂത്തുമല്ല, എന്നാൽ അധികം സീനിയറും അല്ലാത്ത ഒരു നേതാവിൽ പെടുന്ന ഒരാളാണ് അദ്ദേഹം. ഈ പ്രതാപനെയൊക്കെ പോലെയും സതീശനെയൊക്കെ പോലെ ആ ഒരു പൊക്കം ഉള്ള ഒരു നേതാവ് തന്നെയാണ്. നമുക്കിപ്പോൾ കോൺഗ്രസ്സിലെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ യൂത്ത് നേതാക്കൾ ഒരുപാടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് തുടങ്ങി, അങ്ങനെ VT ബൽറാം തുടങ്ങിയ ഒരു നിര തന്നെ ഉണ്ട്. പക്ഷേ അതിനു മുകളിൽ നിൽക്കുന്ന ഒരു നേതാവാണ് വി.എസ്. ശിവകുമാർ. പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ വേണ്ടത്ര സ്ഥാനമാനങ്ങൾ കോൺഗ്രസ് കൊടുക്കുന്നില്ല. അതുതന്നെയാണ് അദ്ദേഹത്തെയും അതൃപ്തിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതും കോൺഗ്രസ്സിന് പോകുന്നൊരു നഷ്ടം തന്നെയാണ് വി.എസ്. ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ എല്ലാവരും മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധ ഇപ്പോൾ ശശി തരൂരിലും മറ്റ് നേതാക്കളിലും എത്തി നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു പേരിപ്പോൾ അങ്ങനെ നിറഞ്ഞ് കേൾക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം കൃത്യമായൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. നമുക്കറിയാം, ഈ ദുരന്തം, നമ്മുടെ പല ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, ആരോഗ്യ വകുപ്പിലൊക്കെ പല ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അദ്ദേഹം ഓടിയെത്തിയിട്ടുണ്ട്. പലപ്പോഴും നമ്മളത് നേരിട്ട് കണ്ടതുമാണ്.
അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഒരു നല്ല ഒരു മികച്ച നേതാവിനെ കൂടിയാണ് കോൺഗ്രസിന് നഷ്ടമാകുന്നത്. അത് തിരുവനന്തപുരത്തിൻ്റെ മുഖമാണ് VS ശിവകുമാർ എന്ന് പറഞ്ഞത്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ടറിയാം തിരുവനന്തപുരത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടാനും കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കാനും ശേഷിയുള്ള പ്രാപ്തിയുള്ള മികച്ച നേതാവാണ് VS ശിവകുമാർ. കോൺഗ്രസിൽ നിന്ന് VS ശിവകുമാർ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്ത് നട്ടലൊടിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയും ഗംഭീരമായ നേതാവാണ്. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം, ഓരോ ആൾക്കാരെയും വ്യക്തിപരമായി ചെന്ന് കാണാനുള്ള മനസ്സ്. അതായത് നമുക്ക് പണ്ട് പറയുമായിരുന്നു KM മാണിയുടെ മണ്ഡലത്തിലെ കൊച്ചു കുട്ടികളെ വരെ അറിയാമെന്ന്. KM മാണിയെ അറിയാമെന്നല്ല, KM മാണിക്ക് അറിയാമെന്നാണ്. അതുപോലെയാണ് VS ശിവകുമാറിനെ തിരുവനന്തപുരത്തുകാർക്ക് അറിയാമെന്നുള്ളത്. എല്ലാവർക്കും പ്രിയങ്കരനാണ്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഗ്ലാമർ താരമാണ് അദ്ദേഹം. ഗ്ലാമർ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൗവനത്തിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് വന്നു. വളരെ യൗവനത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വൈബ്രൻ്റായിട്ട് നിന്നു. അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ആൾക്കാരുടെ ജനങ്ങളുടെ മനസ്സൊക്കെ കീഴടക്കാനായിട്ട് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ആ യൗവന കാലത്ത് അദ്ദേഹത്തിനെ മേയറായിട്ടൊക്കെ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ആലോചിക്കാറുണ്ട്. അത്ര പ്രാപ്തിയുള്ള ഒരു നേതാവായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരു നേതാവ്. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. ഈ പറയുന്ന ആരോഗ്യരംഗത്ത് കൃത്യമായ ഇടപെടൽ നടത്തുന്നത്. ആ മികച്ച പ്രവർത്തനത്തിൻ്റെ പിന്തുടർച്ചയാണ് ബാക്കിയുള്ളവർ ചെയ്തത്. KK ശൈലജ അടക്കം, ഇന്ന് വീണ ജോർജ് അടക്കം ചെയ്തിരിക്കുന്നത് അന്ന് VS ശിവകുമാർ തുടങ്ങി വെച്ച പല കാര്യങ്ങളുമാണ്. മെഡിക്കൽ കോളേജിൻ്റെ നവീകരണമായാലും ശരി തന്നെ, ഈ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഇടപെടലിൽ പല കാര്യങ്ങളിലും ഇടപെടൽ നടത്തിയാലും സംസ്ഥാനത്തെ ജനറൽ ഹോസ്പിറ്റലുകളെ നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾ, ഈ പറയുന്ന അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികൾ, ഫാർമസികൾ, അതുപോലുള്ള ഒരുപാട് നിരവധി പദ്ധതികൾ ഈ പറയുന്ന VS ശിവകുമാറിൻ്റെ കാലത്താണ് തുടങ്ങിയത്. അതൊക്കെ പലരും പിന്നീട് വന്ന് ഗവൺമെൻറ്റുകൾ പൂർത്തിയാക്കി. അന്ന് തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കി എന്നുള്ളതേ ഉള്ളൂ. ഒരു 10 കൊല്ലം കൊണ്ട് നടപ്പിലാക്കേണ്ട ഒരു കാര്യം ആ 5 കൊല്ലം കൊണ്ട് തീർക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ VS ശിവകുമാർ എന്ന് പറയുന്നത് വിശ്വാസികൾക്കിടയിൽ വൻ സ്വീകാര്യതയുള്ള മനുഷ്യനാണ്. നിങ്ങൾ എപ്പോഴാണ് എടുത്തോ, തിരുവനന്തപുരത്ത് ഏത് ഉത്സവമായാലും ശരി തന്നെ VS ശിവകുമാർ അവിടെ ഉണ്ടായിരിക്കും. ഏത് കമ്മിറ്റി ആവട്ടെ, അദ്ദേഹത്തെ ക്ഷണിക്കാതെ ഒരു ക്ഷേത്ര കമ്മിറ്റി ഉണ്ടാവില്ല. അത്ര നമ്മൾ ആറ്റുകാൽ പൊങ്കാല എടുത്തു കഴിഞ്ഞാൽ അവിടെ ആദ്യം കാണുന്ന മുഖം VS ശിവകുമാറിൻ്റെ. അതുപോലെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരനായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് വന്ന് ഭണ്ഡാരടുപ്പിൽ തീയെടുത്തുമ്പോഴത്തേക്ക് അവിടെ നിന്നിട്ട് പോകുന്ന ആളല്ല. അവിടെ മുഴുവൻ സമയവും ഉണ്ടായിരിക്കുകയും അവിടുത്തെ സേവന പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ആളാണ് ശിവകുമാർ. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഓഫീസുകളിലൊക്കെ അദ്ദേഹം മിന്നൽ സന്ദർശനം നടത്തുന്നു. നമുക്കറിയാം ഈ ഊർജ്ജ ദിനം അങ്ങനെയൊക്കെയുള്ള ദിനങ്ങളിലൊക്കെ അദ്ദേഹം രാത്രിയും മെഴുകുതിരി കത്തിച്ചു വെച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ വൈദ്യുതി ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ചില ദിനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വന്ന് നിന്നിട്ടുണ്ട്. അതോടൊപ്പം ദുരന്ത മുഖങ്ങളിൽ നമുക്കറിയാം രാവിലെ അദ്ദേഹം ഒരു ലുങ്കി ഉടുത്തുകൊണ്ട് എനിക്കത് ഏത് ദുരന്തമാണെന്ന് ഓർമ്മയില്ല, ഓഖി സമയത്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ എനിക്ക് തീരദേശ മേഖലയിൽ ഒരു വലിയ സ്വാധീനമാണ്. അപ്പോൾ ഒരു ഹൈന്ദവ മുഖവും കൂടിയാണ് തിരുവനന്തപുരത്തിൻ്റെ. അത് മാത്രമല്ല കേട്ടോ, ഹൈന്ദവ മുഖം എന്ന് പറയുമ്പോഴത്തേക്ക് ഹിന്ദുക്കളുടെ മാത്രം നേതാവല്ല. ഈ പറയുന്ന ഭീമാപ്പള്ളി ഉറൂസ് ആയാലും ശരി തന്നെ, നമ്മുടെ വെട്ടുകാട് ഉത്സവമായാലും ശരി തന്നെ, പെരുന്നാളായാലും ശരി തന്നെ, എല്ലാ കാര്യത്തിനകത്തും VS ശിവകുമാർ സദാ ഉണ്ട് എന്നുള്ളത് തിരുവനന്തപുരത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വലിയ മുഖം. ആ മുഖം BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ BJP സുന്ദരമായിട്ട് നിർത്തി വിജയിപ്പിച്ചെടുക്കും. യാതൊരു സംശയം വേണ്ട. കോൺഗ്രസിന് അദ്ദേഹത്തിനെ പിന്തുണച്ചില്ല, അദ്ദേഹത്തിന് വേണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ BJP ഏറ്റെടുത്താൽ BJP തിരുവനന്തപുരത്ത് നിർത്തി VS ശിവകുമാറിനെ ഉറപ്പായും വിജയിപ്പിച്ചെടുക്കും. BJPക്ക് വലിയൊരു അസറ്റായിട്ട് അദ്ദേഹം മാറുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.